ഞങ്ങളുടെ അവിടുത്തെ ഉത്സവത്തിന് സ്റ്റേജിൽ പ്രോഗ്രാംസ് നടക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടം പിള്ളേരുണ്ട് ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലും അങ്ങനെയൊക്കെ ആയിട്ടുള്ളവർ. ഞങ്ങൾ കാണാതിരിക്കുമ്പോൾ ചിന്തിക്കും നമ്മളൊക്കെ കയറി കളിച്ചൂടെ എന്ന് ഞങ്ങൾ ചിന്തിക്കും കേട്ടോ. പിന്നെ അതങ്ങനെ പൂരം കഴിഞ്ഞോട് കൂടെ അതങ്ങനെ ഈ വർഷം ജനുവരിയിൽ തോറ്റമ്പാട്ട് കഴിഞ്ഞോട് കൂടെ തന്നെ ഞങ്ങൾ ഇതിനുള്ള പ്ലാനിങ് തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ മെയിനായിട്ടുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ ആൾക്കാരെ സംഘടിപ്പിക്കണമല്ലോ. അപ്പോൾ ഒരുപാട് പേര് കളിക്കാൻ വരുന്നു കരുതിയവരൊന്നും വന്നില്ല. കാലുവേദന കൈവേദന എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും നോർമൽ കൈക്കുട്ടികളെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീരനാട്യമാണല്ലോ, അതുകൊണ്ട് തന്നെ കുറേ പേര് അതും പറഞ്ഞു ഒഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അനീത്തിനെയും അനീത്തിയുടെ മകളെയും അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളേക്ക് ഞങ്ങൾ പിന്നെ ഇതിൽ ആഡ് ചെയ്തത്. മനസ്സിൽ കളിക്കണം എന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല, കുറേ നാളായി കളിച്ചിട്ട് എൻ്റെ ശരീരം അതിന് വഴങ്ങില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന പലരെയും എനിക്ക് സ്റ്റേജിൽ കയറ്റാൻ പറ്റിയിട്ടോ. അവരൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വന്ന് നോക്ക്, കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിർബന്ധത്തിലാണ് കേട്ടോ അവർ വന്നത്. പക്ഷെ അതിൻ്റെ മാക്സിമം ഞങ്ങൾക്ക് സ്റ്റേജിൽ കളിക്കാൻ പറ്റി. എല്ലാവരും നല്ല ഇഷ്ടത്തോടു കൂടി എന്നിട്ടാണ് കേട്ടോ അന്ന് കളിച്ചത്. സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ളൊരു വാശി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നേ. അപ്പോൾ ഡ്രസ്സിങ്ങിലായാലും പിന്നെ അതിൻ്റെ ഓർണമെൻറ്റ്സിലായാലും എല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങളുടെ വീട്ടിൽ റെഡിയായി, ബാക്കി 5 പേര് അമ്മൂൻ്റെ അവിടെയാണ് റെഡിയായത്. അങ്ങനെ എല്ലാവരും റെഡിയായി. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്തു, പൂവൊക്കെ ഒരുമിച്ച് വെച്ചു, ആൾട്ടൊക്കെ ഇട്ടു. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാട്ടോ. ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു. അപ്പം ഞങ്ങൾ അമ്പലത്തെത്തി. ഇതുവരാണ് കേട്ടോ ഞങ്ങൾ ഫുൾ ടീമാമണികൾ ഉണ്ടായിരുന്നു. അവർ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ കയറ്റാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, കാരണം നമ്മളെ ഫസ്റ്റ് ടൈമാണ്. അപ്പം അടുത്ത തവണ നമ്മൾ അവരെ കയറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മാക്സിമം എഫേർട്ടിൽ കളിച്ചായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിരുന്നു എന്ന് തന്നെയായിരുന്നു കേട്ടോ പറഞ്ഞത്. കോസ്റ്റ്യൂം ആയാലും മേക്കപ്പ് ആയാലും സ്റ്റേജിൽ നിന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇപ്പോൾ വീഡിയോയിലായാലും നല്ല രസമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു പേഴ്സണലി. പക്ഷെ സ്റ്റേജിലെത്തിയപ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിലെത്തിയപ്പോൾ പലരും സൈഡിൽ നിന്ന് അയ്യേ എന്നുള്ളൊരു കമൻസ് ഒക്കെ കേട്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, തളർത്താൻ പലരും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണോ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്ത് സ്റ്റേജിൽ കയറ്റി. പ്രോഗ്രാം കാണാൻ ഞാൻ അന്ന് പറഞ്ഞില്ലേ, ചെന്നൈയിൽ നിന്ന് ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അവർ ഫാമിലി കാണാൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അവർ നേരെ ഞങ്ങളുടെ വീട്ടിലേട്ടാണ് വന്നത്. അപ്പോൾ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റാണ്, എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. നല്ല ക്രിസ്റ്റലിൻ്റെ പോലത്തെ വർക്ക് വരുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ വോൾ ഹാങ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചു തരേ. പിന്നെ അവരുടെ ഹൗസ് വാമിങ്ങിന് എല്ലാവർക്കും കൊടുത്തൊരു താങ്ക്സ് ഗിഫ്റ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു, അതും കൊണ്ടു തന്നായിരുന്നു. പിന്നെ ഒരു ബാഗൊക്കെ ആയിട്ട് കൊണ്ടു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സന്തോഷം തോന്നിയൊരു ദിവസത്തിൻ്റെ മൊമെൻറ്റ്സ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത്. ഡ്രീമായിരുന്നു, അതെന്തായാലും സക്സസ്ഫുൾ ആക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എല്ലാവർക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.